നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നിക്ഷേപകരെ കബളിപ്പിച്ച് ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കാലിക്കറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലാണ് തട്ടിപ്പ് നടന്നതെന്ന് കായണ്ണ സ്വദേശികളായ ശ്രീധരനും പ്രകാശനും ആരോപിച്ചു. ഇതുപോലൊരു പത്രസമ്മേളനം തുടങ്ങേണ്ട ആവശ്യകത വന്നത് ഒരു സാമ്പത്തികമായൊരു തട്ടിപ്പിൽ കുടുങ്ങിയതിൻ്റെ പേരിലാണ്. അത് ഒരു പുതിയ രൂപത്തിൽ, പിടിക്കപ്പെടാത്ത രൂപത്തിലുള്ള ഒരു രീതിയിലുള്ളൊരു തട്ടിപ്പാണ് ഞങ്ങൾ കുടുങ്ങിയത്. ഒരു ബാങ്കിൽ, കോഴിക്കോടുള്ള ജില്ല കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഇതിൽ നടത്തുകയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഏറ്റവും ലീഡിംഗ് ആയ ഒരു ബാങ്കാണ്, ജില്ലയിലുള്ള ബാങ്കാണ്, സൊസൈറ്റിയാണ്. അതിൽ ഒരു ജോലി, ഒരു കുട്ടിക്ക് പോസ്റ്റ് ഓഫീസിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നൊരു കുട്ടിക്ക് അവിടെ ജോലി ലഭിക്കും. അതിന് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നും അതിന് ഒരു 10 ലക്ഷം രൂപ വരെ ഇപ്പോൾ ആയിട്ടുണ്ട്. ബാക്കി 5 ലക്ഷം കൂടെ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങളടുത്ത് ഈ കുട്ടി വരുന്നത്. പറഞ്ഞു വിടുന്നത് വേറെ ഒരു പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഗിരീഷ് KP എന്ന് പറയുന്ന മുട്ടന്തരമുള്ളത് വെള്ളക്കത്തിപ്പാറ ഗിരീഷ് കുമാറാണ്. അങ്ങനെ ഞങ്ങളടുത്ത് വന്ന് ഈ പൈസ നിക്ഷേപിക്കുന്നതിൻ്റെ ഒരു 15-20 ദിവസങ്ങൾ മുന്നെയാണ് ഞങ്ങളടുത്ത് വരുന്നത്. വീട്ടിൽ ഭാര്യയും മകനുണ്ട്. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ വന്നു. അന്ന് പറഞ്ഞ് നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞ് വിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വീണ്ടും 2-3 പ്രാവശ്യം ഇതേപോലെ വരികയും അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ജോലിയുടെ മകൻ പറഞ്ഞു, ഒരു ജോലിയുടെ കാര്യമല്ല, എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ കുട്ടീനെ നമുക്ക് സഹായിക്കാം. പിന്നെ ബാങ്കിൽ നിക്ഷേപിക്കല്ലേ, നമുക്ക് പൈസയൊന്നും നഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മകളുടെ സ്വർണം പണയം വെച്ച് ഒരു 3 ലക്ഷം രൂപ കോഴിക്കോടുള്ള ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിക്ഷേപിക്കുകയുണ്ടായി. അതിന് ഈ കുട്ടിയും എൻ്റെ കൂടെ അവിടെ വരികയും ബാങ്കൊക്കെ കാണിച്ചു തന്നു. അതേപോലെ അതിൻ്റെ തൊട്ട് മുന്നേ ഗിരീഷനാണ് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുത്തത്. ബാങ്കിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഗിരീഷ് കുമാറിനോട് ഈ ബാങ്കിൻ്റെ അവസ്ഥയൊക്കെ ചോദിച്ച ഞാനും പാർട്ടിയിൽ ഒരു സെക്രട്ടറി ആയിട്ട്, കോൺഗ്രസിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഗിരീഷിനോട് ഇതൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും നല്ലൊരു ബാങ്കാണ്, സൊസൈറ്റിയാണ്. അവിടെ നമുക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരും, അത് പോവില്ല, പൊളിയൂല, അങ്ങനെയുള്ളൊരിതാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് പോലും ബാങ്ക് പൊളിഞ്ഞിരിക്കുകയാണ്. അത് ഗിരീഷിന് അറിയായിരുന്നു. ഇവരിങ്ങനെ അവിടെ വൻ കമ്മീഷനാണ് ഗിരീഷ് കുമാറിനും ഈ കുട്ടിയും വാങ്ങുന്നത്. ആരും അറിയില്ല ഇത് ഇങ്ങനെ ഉള്ളൊരു സംഭവമാണെന്നുള്ളത്, തട്ടിപ്പ് ആണെന്നുള്ള അറിയില്ലല്ലോ. നമ്മൾ ജോലി എന്നുള്ള രൂപത്തിലാണ്. ഈ കുട്ടിക്ക് അവിടെ ജോലി കിട്ടിയതുമില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം 3 വർഷമായി അവിടെ ജോലി ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ 1 വർഷം ആകുന്നതിൻ്റെ മുന്നേ ഞാൻ ചോദിക്കും, പോസ്റ്റ് ഓഫീസിലെ ജോലി കഴിഞ്ഞ് 1 മാസം കൊണ്ട് കഴിയല്ലോ, നീ എന്താ ജോലിക്ക് പോകാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അത് ആയിട്ടില്ല എന്ന് പറയും, അവിടെ ആയിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഈ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ 3 വർഷത്തിനിടയ്ക്ക് 1 വർഷം കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ബാങ്കായിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു ചെക്ക് അന്ന് തന്നില്ല ചെക്ക്, ഒരു 3 മാസത്തെ കൂടെ ഇടവേണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം വീണ്ടും ഇങ്ങനെ പറഞ്ഞു. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ചെക്കൊക്കെ എനിക്ക് തരികയും, ഡേറ്റൊക്കെ എൻ്റെ ഉണ്ട് പറയാം. ചെക്ക് തന്ന ചെക്ക് ബാങ്കിൽ ഏൽപ്പിച്ചപ്പോൾ അവിടെ പൈസ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തതായിരുന്നു, ചെക്ക് തിരിച്ചു പോവുകയാണുണ്ടായത്. അതേപോലെ സമാനമായ ഒരു കേസ് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അവിടെയുള്ള ഒരാൾ അഡ്രസ്സിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ കുടുങ്ങിയതായിട്ട് എന്നോട് പറയുന്നത്. പ്രകാശൻ എന്ന് പറയുന്ന അങ്ങനൊരു കേസ് ഉണ്ടായി. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ എന്തോ ലോൺ എടുത്ത പൈസയാണ് അവിടെ ഈ കുട്ടീനെ സഹായിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ ഇട്ടത്. അവർക്ക് അങ്ങനെ വന്നു. പിന്നെ 2 പേർക്ക് അല്ലാതെ ഉണ്ട്. ഒന്നൊരു പോലീസുകാരനാണ്, അത് 1 ലക്ഷം രൂപയോളമുള്ളതാണ്. അവരെടുത്ത വീട്ടിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് എങ്ങനെയോ നടത്താമെന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു ഭയങ്കര റിട്ടയർഡ് ചെയ്ത ഒരാളൊക്കെയാണ്. അപ്പോൾ അയാൾ കുടുങ്ങാന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു വിഷമം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അയാൾ ഇങ്ങനത്തേനൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. അതേപോലെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരു മാഷ്. അയാൾക്കും ചെറിയൊരു പൈസയൊക്കെ ആയിരുന്നു. അത് കുറച്ചൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെ അയാൾ സമാധാനമാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇനിയും ആളുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലർ എന്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതൊന്നും അറിയില്ല.
ഈ സംബന്ധമായിട്ടാണ് ഞാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോൺ എടുത്ത പൈസയിൽ നിന്നാണ് ഞാനിത് ഈ കുട്ടീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അന്ന് മുടക്കല്ലൊരു ഗിരീഷ് എന്ന് പറഞ്ഞ ആളാണ് ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി ഖാൻ എന്ന് പറഞ്ഞൊരു അത്തോളിക്കാരന്. അയാളാണ് എനിക്ക് തന്ന ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. അന്ന് ഇവരെ ഓഫീസ് കൊയിലാണ്ടി കടപ്പുറം ആ ഭാഗത്തായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നേരിട്ട് പോയിട്ടാണ് ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു വിശ്വാസ്യത വന്നത് എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ, അയാളെ ഭാര്യ സ്റ്റേറ്റ് ബാങ്കിൽ ക്യാഷ് ഓഫീസറായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്കതൊരു വിശ്വാസം വന്നു. കാരണം അങ്ങനത്തെ ഒരാൾ വെറുതെ ഒരു പൈസ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള ഒരു സൊസൈറ്റിയിൽ നിക്ഷേപിക്കില്ലല്ലോ. അതേപോലെ തന്നെ പിന്നെ മുട്ടന്നറയുള്ളൊരു ഒരു പോലീസുകാരനും. അപ്പോൾ അവർ ആ ഒരു ഇതുകൊണ്ടാണ് ഞാനും ഈ കുട്ടീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീടിന് പാസ്സായ ലോണിൽ നിന്ന് ഒരു പൈസ 3 ലക്ഷം രൂപ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അന്ന് എന്നോട് പറഞ്ഞത് ഇത് 11 മാസം കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ 12% പലിശ സഹിതം നിങ്ങൾക്ക് കംപ്ലീറ്റ് പൈസയും തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് 11 മാസം കഴിഞ്ഞ് 12 മാസം കഴിഞ്ഞിട്ടും എനിക്ക് നേരിട്ട് ഈ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ കുട്ടീനെ എനിക്ക് പരിചയമുള്ളൂ. ആ കുട്ടീനോട് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത് ഇപ്പോൾ ലൈഫിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നിന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഈ സൊസൈറ്റിക്ക് ഒരുപാട് ഫണ്ട് കിട്ടാനുണ്ട്, അത് കിട്ടിയതിന് ശേഷം 1-2 മാസം കൊണ്ട് നിങ്ങളൊക്കെ പൈസ തിരിച്ചു തരുന്നു. അപ്പോൾ അവിടുന്ന് 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. ഞാൻ ഇവരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ കള്ളംകൊത്തിപ്പാറകളെ മുമ്പേ കോൺഗ്രസ് നമ്മളെ ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് അയാളെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടോ അങ്ങനെ എന്തോ വർക്ക് ചെയ്ത് ഗിരീഷ് KP, അതായത് കള്ളംകൊത്തിപ്പാറയുള്ള ആ പുള്ളിയാണ് ഈ കുട്ടീനെ കൊണ്ട് പിന്നിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത്. ഇപ്പോൾ പിന്നെ ഞാൻ ഈ കക്ഷിയായിട്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നിരന്തരം പ്രശ്നമാക്കിയ സമയത്ത് ഈ ഗിരീഷ് KP എന്നെയും കൂട്ടിയിട്ട് മുടക്കല്ലിലുള്ള ഗിരീഷിൻ്റെ വീട്ടിൽ പോയി രാത്രി. അപ്പോൾ ആ സമയത്ത് ആ പുള്ളി അവിടേക്ക് അങ്ങനെ അവിടുന്ന് കുറേ ഫോൺ ചെയ്തു. ഫോൺ ചെയ്താൽ ഇയാൾ ഫോൺ എടുക്കത്തില്ല. വേറെ നമ്പറിൽ ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തതിന് ശേഷം അയാൾ എന്നെ വളരെ മോശമായ രീതിയിൽ വഴക്ക് പറയുകയൊക്കെ ചെയ്തു. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോൺ എൻ്റെ കയ്യിലല്ലായിരുന്നു, ഗിരീഷിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് ഞാൻ അതൊക്കെ കേട്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ഈ ജൂലൈ 10-ാം തീയതി എൻ്റെ പൈസ തിരിച്ചു തരും. അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു കോഴിക്കോട് പുതിയ ഓഫീസ് വരുന്നുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം ജൂലൈ 1-ാം തീയതിയാണ്, നമുക്ക് അന്ന് പുതിയ കമ്മിറ്റിയാണ്, അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ പൈസയൊക്കെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഈ 1-ാം തീയതി കോഴിക്കോടുണ്ട്. കോഴിക്കോട് നിന്ന് ഈ ഗിരീഷിനെ വിളിച്ച സമയത്ത് ആ പുള്ളി ആ സമയത്ത് പറഞ്ഞു ഇപ്പോൾ എവിടെയാണ് എനിക്ക് ഓഫീസ് തുടങ്ങുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു, അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല. പിന്നെ ഇവർ താൽക്കാലികമായി ആദ്യം ചിന്താവളപ്പം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവരെ ഓഫീസ് ഉണ്ടായത്. അത് ആ അഡ്രസ്സാണ് ബോണ്ടിലൊക്കെ ഉള്ളത്. ആ അഡ്രസ്സ് പോയി അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. പിന്നെ അന്വേഷിച്ച് കണ്ടെത്തിയത് നമ്മളെ പൊതു ശ്മശാനത്തിലേക്ക് പോകുന്ന അവിടെ ഒരു ബിൽഡിങ്ങിൽ ഒരു ചെറിയ റൂമിൽ, അത് ബോർഡൊന്നുമില്ല, അവിടെ കായനുള്ള ഒരു വിപിൻ ദാസ് എന്ന് പറഞ്ഞാൽ ഇവരെ ഓഫീസ് സ്റ്റാഫാണെന്ന് തോന്നുന്നു. ആ പുള്ളീനെ അവിടെ വെച്ച് കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ പുള്ളിയും പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫണ്ട് വരാനുണ്ട്, അത് ഫണ്ട് വന്നിട്ട് നിങ്ങൾക്ക് പൈസ സെറ്റിൽ ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്തില്ല. ആ ഓഫീസും കൂട്ടിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഉടമയോട് ചോദിച്ചപ്പോൾ ഇവരവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് വാടക കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു, ഷട്ടർ ലോക്ക് ചെയ്തു. അപ്പോൾ ഇവരെ കമ്പ്യൂട്ടറും ഇവരെ കുറേ ഫയൽസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ സ്ഥാപനത്തിലുണ്ട്. അതിനുശേഷം ഈ കക്ഷികളൊന്നും വിളിച്ചാൽ കിട്ടത്തുമില്ല. അപ്പോൾ ഇങ്ങനെയൊരു പൈസ എനിക്ക് അത് ഞാൻ അതിന് ശേഷമാണ് ഈ മാഷ് പരിചയപ്പെടുന്നത്, ഈ പുള്ളിക്കും അവിടെ ഇങ്ങനെയൊരു പൈസ വിട്ട് കിടക്കുന്നത് അറിയുന്നത്. അതേപോലെ കായണ്ണ ഞാൻ പറഞ്ഞ ഈ പോലീസുകാരൻ പിന്നെ ഒരു മാഷ്ക്ക് ചെറിയൊരു പൈസയുള്ളൂ, അത് ഈ ഗിരീഷൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. പക്ഷേ പോലീസുകാരന് പൈസ കിട്ടിയില്ല. പിന്നെ അതുപോലെ വലിയൊരു പൈസ ഇങ്ങനെ ഇതേപോലെ പെട്ടുപോയത്
താഴെയുള്ള ഒരു സബിനാഷ് എന്ന് പറഞ്ഞ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആ പുള്ളി, അത് ഏകദേശം ആ പുള്ളീൻ്റെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലി ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജോലി കൊടുത്തു. പക്ഷേ അവർ ജോലി ചെയ്ത് ഇതുവരെ ശമ്പളമൊന്നും കിട്ടിയില്ല. പക്ഷേ വലിയൊരു തുക ഈ ഭർത്താവിൻ്റെ അനിയനെ കൊണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, അവർക്കും പൈസ കിട്ടില്ല. പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞത് നമ്മളെ പേരാമ്പ്രയുള്ള കക്കാട് പള്ളിയുടെ അടുത്തുള്ള ബെല്ല ഫർണിച്ചറല്ലേ, അതിൻ്റെ ഓണർക്ക് വലിയൊരു തുക ഏകദേശം 45 ലക്ഷം രൂപയുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണിപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ എന്തെങ്കിലും പരാതിയുണ്ട്? പോലീസിൽ പരാതി, എനിക്ക് 2 ചെക്ക് തന്നിരുന്നു. ഞാനിങ്ങനെ പ്രശ്നമാക്കിയതിന് ശേഷം ആ ചെക്ക് ഞാൻ ഇതേപോലെ ബാങ്കിൽ കൊടുത്തപ്പോൾ അത് ബൗൺസ് ആയതാണ്, പൈസ ഇല്ല. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു വക്കീലിനെ കണ്ടിട്ട് ചെക്ക് ഇത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അല്ല, കോഴിക്കോട് കോടതിയിലാണ്. ഗിരീഷ് കുമാർ, അതായത് മുടക്കല്ലൂരാണ് പുള്ളിയുടെ വീട്. പിന്നീട് പ്രവീൺ സാറായിട്ട് ഞാൻ DCCയിൽ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ പറഞ്ഞ അന്ന് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് തന്നെ ഈ ബാങ്ക് കുട്ടി പൊളിഞ്ഞതാണ്, അന്ന് തന്നെ പരാതികളൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഈ സൊസൈറ്റി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നതാ തുടക്കത്തില്. നമ്മളെ ഊരാളുങ്കൽ പോലെയൊക്കെ വലിയ വലിയ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തു പോയി. പക്ഷെ ഈ ഗിരീഷ് ഇതിന്റെ പ്രസിഡന്റ് ആയതിന് ശേഷമാണ് ഇത് പിന്നെ പുറകോട്ട് പോകാൻ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.